ഈ അവകാശങ്ങൾ മാത്രമല്ലേ 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിശുദ്ധ ഖുർആൻ മനുഷ്യർക്ക് നൽകിയിട്ടുള്ളൂ, മുസ്ലിങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ. അവിടെയും ഖുർആൻ പറയുന്നു, നിരപരാധികളൊന്നും ചെയ്യരുത്. ആ അക്രമം ഇങ്ങോട്ട് വരുന്ന രീതിയിൽ തടുക്കുക എന്നതല്ലാതെ അതിക്രമങ്ങൾ നിങ്ങൾ കാണിക്കരുത് എന്ന്. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. മതത്തിൽ ബലാത്കാരമില്ല, ശരിയും തെറ്റും വേർതിരിഞ്ഞു നിൽക്കുന്നു എന്ന്. ഇനി ഖുർആൻ പറയുന്നു പ്രവാചകനെ സംബന്ധിച്ച്, ഫദക്കിർ ഇന്നമാ അൻത മുദക്കിറുൻ ലസ്ത അലൈഹിം ബിമുസൈത്തിർ. താങ്കൾ ഒരു ഉത്ബോധകൻ മാത്രമാണ്, ഉത്ബോധനം നടത്തുക എന്നതാണ് താങ്കളുടെ ബാധ്യത, അവരിൽ മതം അടിച്ചേൽപ്പിക്കുകയല്ല എന്ന്. മറ്റൊന്ന്, അദ്ദേഹം ചോദിച്ച ചോദ്യം, സ്ത്രീകളെ ഇത്രമാത്രം ഉയർത്തിക്കാണുന്ന ഹൈന്ദവ മതത്തെ സംബന്ധിച്ചാണോ നിങ്ങളിത് പറയുന്നത്? യാജ്ഞവൽക്യോപനിഷത്തിലെ 17-ാം ശ്ലോകത്തിൽ പറയുന്നു, കാമനാംന കിരാതേന വിഗീർണ മുഗ്ധ ചേതസ നര്യോ നര വിഹംഗന മംഗബന്ധന ബാഗുര. പുരുഷനെ അകപ്പെടുത്തുവാൻ കാമദേവൻ സൃഷ്ടിച്ചതാണ് മുഗ്ധചേതസ്സുകളായ സ്ത്രീകൾ. മനുസ്മൃതിയിലെ 9-ാം അധ്യായത്തിലെ 17-ാം ശ്ലോകത്തിൽ മനു പറയുന്നു, ശയ്യാസനം അലങ്കാരം കാമം ക്രോധം അനാർജവം ദ്രോഹഭാവം കുചര്യാം ച സ്ത്രീഭ്യോ മനുരകൽപ്പയത്. ശയനം, ആസനം, അലങ്കാരം, കാമം, ക്രോധം, വക്രത, പരനിന്ന എന്നിവ ജന്മനാൽ മനു സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്നു. മനുസ്മൃതിയിൽ 9-ാം അധ്യായത്തിലെ 81-ാം വചനത്തിൽ പറയുന്നു, വന്ധ്യാഷ്ടമേ ധിവേദ്യാബ്ദേ ദശമേതു മൃതപ്രജ ഏകാദശേ സ്ത്രീജനനി സത്യസ്ത്വപ്രിയവാദിനി. വന്ധ്യയാണ് ഭാര്യയെങ്കിൽ 8-ാം വർഷവും, പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു പോകുന്നുവെങ്കിൽ 10-ാം വർഷവും, പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ പെൺകുട്ടികളാണ് എങ്കിൽ 11-ാം വർഷവും, അപ്രിയം പറയുന്നവളാണ് എങ്കിൽ ഉടനെ തന്നെയും ഭർത്താവിന് വേറെ ഭാര്യയെ സ്വീകരിക്കാമെന്ന. പും നാമ നരകാത്രായതേയന സ പുത്രഹ. പും എന്ന നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാരോ അവനാണ് പുത്രൻ എന്ന് വർത്തുള രത്നാകരം പ്രഖ്യാപിക്കുന്നു. പുത്രൻ എന്ന പദം തന്നെ വന്നിരിക്കുന്നത് പുമ്മിൻ്റെ പൂയും ത്രായത രക്ഷിക്കുന്നതിൻ്റെ ത്രായതയുടെ ത്രായും കൂടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുക. ഇനി വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പറഞ്ഞു, സുകുലെ യോജയേത് കന്യാം പുത്രം വിദ്യാസു യോജയേത്. പെൺകുട്ടികളെ നല്ല കുടുംബത്തിലേക്ക് വിദ്യാഭ്യാസം ചെയ്തു കൊടുക്കുക, ആൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക. പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കുക, ആൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക. വിദ്യാഭ്യാസത്തിനെ സംബന്ധിച്ച് പറയുന്നില്ല. പ്രവാചകൻ പഠിപ്പിക്കുന്നു, തൊലബുൽ ഇൽമി ഫരീലത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ. വിദ്യാഭ്യാസ സമ്പാദനം ഒരു മുസ്ലിം പുരുഷൻ്റെയും സ്ത്രീയുടെ മതപരമായ ബാധ്യതയാണ് എന്ന്. സ്ത്രീ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് മനുസ്മൃതിയിൽ 9-ാം അധ്യായത്തിലെ 3-ാം വചനത്തിൽ, അസ്വതന്ത്ര്യ സ്ത്രീ അകാര്യ പുരുഷൈർസ്വൈർ ദിവാനിഷം വിഷയേഷു സജ്ജന്ത്യ സംസ്ഥാപ്യ ആത്മനോവശേ. ഇരുവു പകലുകൾ പുരുഷന്മാർ അവരുടെ സ്ത്രീകളെ സ്വാധീനകളാക്കി നിർത്തപ്പെടേണ്ടതാണ്. രൂപരസാദി വിഷയങ്ങളിൽ ആകൃഷ്ടരായ അവർ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല. പിതാരക്ഷതി കൗമാരേ ഭർത്താരക്ഷതി യൗവനെ രക്ഷന്തി സ്ഥവിരേ പുത്ര ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതേ. കൗമാരത്തിൽ പിതാവും യൗവനത്തിൽ ഭർത്താവും വാർദ്ധക്യത്തിൽ പുത്രനുമാണ് സ്ത്രീകളെ നോക്കേണ്ടത്. സ്ത്രീകൾ ഒരിക്കലും സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല. മനുസ്മൃതി 5-ാം അധ്യായത്തിലെ 147-ാം ശ്ലോകത്തിൽ മനു പറയുന്നു, ബാലയാവ യുവത്യാവ വൃദ്ധയാവ വിയോഷിത ന സ്വാതന്ത്ര്യേണ കർത്തവ്യം കിഞ്ചിത് കാര്യം ഗൃഹേഷുഭി. പെൺകുട്ടിയായിക്കോട്ടെ, യുവതിയായിക്കോട്ടെ, വൃദ്ധയായിക്കോട്ടെ, വീട്ടിലെ ചെറിയ കാര്യങ്ങൾക്ക് പോലും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന മനുസ്മൃതിയിലെ 5-ാം അധ്യായത്തിലെ 154-ാം ശ്ലോകത്തിൽ മനു പറയുന്നു, വിശീലകാമ വൃത്തോവ ഗുണൈർവ പരിവർജിത സ്ത്രീയോ ഭർത്താവ് സദാചാര ശൂന്യനാണെങ്കിലും ഗുണരഹിതനാണെങ്കിലും പരസ്ത്രീകളുമായി ബന്ധമുള്ളവനാണെങ്കിലും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് തുല്യമാണ് എന്ന്. അതേസമയം വിധവകളെ സംബന്ധിച്ച് പറയുകയാണ്, കാമം തു ക്ഷഭയെ ദേഹം പുഷ്പമൂല ബലൈഷുബൈ നതു നാമാഭി ഗൃഹീയാത് പത്യ ഉപ്രേതേ പരസ്യതോ. മനുസ്മൃതിയിലെ 5-ാം അധ്യായത്തിലെ 157-ാം ശ്ലോകത്തിൽ, വിധവ പഴം, കിഴങ്ങ് എന്നിവ കഴിച്ച് ശരീരം ശോഷിപ്പിക്കേണ്ടതാണ്. ഭർത്താവിൻ്റെ മരണശേഷം കാമലിപ്സയോടെ പരപുരുഷൻ്റെ പേര് പോലും ഉച്ചരിക്കരുത് എന്ന്. ഇനി മനുസ്മൃതിയിലെ 5-ാം അധ്യായത്തിലെ 167-ാം ശ്ലോകത്തിൽ ഭർത്താവിനെ സംബന്ധിച്ച് പറയുന്നു, ഭാര്യയായി പൂർവ്വം ആരണ്യൈ ദത്തോക്തിനന്ത്യ കർമ്മിണി പുനർധാര ക്രിയാം കുര്യാത് പുനരാധാനമേവച്ഛ. ഭാര്യ മരിച്ച ഭർത്താവോ ഉടനെ ഭാര്യയുടെ ചിതക്ക് തീ കൊളുത്തിയ ശേഷം പുനർവിവാഹം കഴിക്കുക, അതിനുശേഷം വന്നിട്ട് ആ അന്ത്യകർമ്മങ്ങൾക്ക് അവസാനിപ്പിക്കുക, പൂർത്തിയാക്കുക എന്ന. യാജ്ഞവൽക്യോപനിഷത്തിൽ പറയുന്നു, ജ്വലന അതിദൂരേബി സരസ അഭിനീരസഹ സ്ത്രീയോ ഹി നരകാഗ്നിനാം ഇന്ധനം ചാരുധാരണം. ദൂരെ നിന്ന് ജ്വലിപ്പിക്കുന്നവളും സരസ എന്ന് തോന്നുന്നുവെങ്കിൽ രസഹീനയുമായ സ്ത്രീ നരകത്തിലെ ഇന്ധനമാണ് എന്ന്. ഇനി എൻ്റെ പ്രിയപ്പെട്ട സഹോദര, വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായമായ നിസായിൽ പറയുന്നു, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും
വാഹിദത്തിൻ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅൻ. ഒരു ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെയും നിങ്ങൾ രണ്ടുപേരെയും ആ ഇണകളിൽ നിന്ന് രണ്ട് പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിച്ച അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഒരേ ആത്മാവിൽ നിന്ന്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ലാ തുലാറു വാലിദത്തുൻ ബി വലദിഹ, 2-ാം അധ്യായത്തിൽ 233-ാം വചനം. ഒരിക്കലും നിങ്ങൾ മാതാപിതാക്കളെ സന്താനത്തിൻ്റെ പേരിൽ ദ്രോഹിക്കപ്പെടരുത് എന്ന്. 16-ാം അധ്യായത്തിൽ 58-ാം വചനം. ഒരു പെൺകുട്ടിയുടെ ജനനത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിച്ചാലെന്ന്. 17-ാം അധ്യായത്തിലെ 31-ാം വചനം. വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാകിൻ നഹ്നു നർസുഖുഹും വഇയ്യാകും ഇന്ന ഖത്ലഹും കാന ഖിത്വൻ കബീറ. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ സന്താനങ്ങളെ കൊല്ലരുത് എന്ന്. 80 കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടിയോട് താൻ ഏത് കുറ്റത്തിനാണ് കുഴിച്ചുമൂടപ്പെട്ടതെന്ന് പരലോകത്തിൽ വെച്ച് അള്ളാഹു ചോദിക്കുന്ന സന്ദർഭം സൂക്ഷിക്കുക എന്ന് മാതാപിതാക്കളെ താക്കീത് ചെയ്തിരിക്കുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, തമിഴ്നാട്ടിൽ മാത്രം 100 കണക്കിന് പെൺകുട്ടികളാണ് വധിക്കപ്പെടുന്നതെന്ന് BBC-യും CNN-ഉം റിപ്പോർട്ട് ചെയ്യുന്നു. സ്ത്രീകൾക്ക് ഉത്തരവാദിത്തങ്ങൾ ഉള്ളതുപോലെ തന്നെ അവകാശങ്ങളുമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നു. വിവാഹമോചനത്തിനുള്ള അവകാശം ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം 1956 ഹൈന്ദവ സ്ത്രീകൾക്ക് ലഭിച്ചത്. 1869 ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട് പ്രകാരമാണ് ഭാരതത്തിലെ ക്രൈസ്തവ സ്ത്രീകൾക്ക് ലഭിച്ചത്. 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായത്തിൽ 229-ാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, യുക്കീമ എന്ന് തുടങ്ങുന്ന വചനങ്ങളിൽ അവർ ഭർത്താവിൽ നിന്ന് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല എന്ന് ഭയപ്പെട്ടാൽ ഒത്തുതീർപ്പുണ്ടാക്കുന്നതിൽ കുറ്റമില്ല എന്ന്. വെറും ഭർത്താവിൽ നിന്നുള്ള പിണക്കത്തിൻ്റെയും അവഗണനയുടെയും പേരിൽ പോലും വിവാഹമോചനം ചെയ്യുവാൻ 4-ാം അധ്യായമായ നിസായിലെ 129-ാം വചനത്തിൽ അള്ളാഹു സ്ത്രീകൾക്ക് അവകാശം നൽകിയിരിക്കുന്നു. 4-ാം അധ്യായത്തിലെ 7-ാം വചനത്തിൽ ലിറിജാലിൻ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ വലിനിസായി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ. അനന്തരാവകാശത്തിനുള്ള അവകാശം 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇസ്ലാം നൽകിയിരിക്കുന്നു. ഹിന്ദു സ്ത്രീകൾക്ക് ലഭിച്ചത് 1955 ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരം. ക്രൈസ്തവ സ്ത്രീകൾക്ക് ലഭിച്ചത് 1986 മേരി റോയ് കേസിന് ശേഷം 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിശുദ്ധ ഖുർആൻ നൽകിയിരിക്കുന്നു. ലിറിജാലി നസീബും സമ്പാദിക്കുവാനുള്ള അവകാശം, പുനർവിവാഹത്തിനുള്ള അവകാശം, സ്വർഗത്തിൽ പുരുഷനും സ്ത്രീക്കും വിശുദ്ധ ഖുർആൻ ഓരോ അധികാരമാണ് നൽകിയിരിക്കുന്നത്. ഓരോ അവകാശങ്ങളാണ് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ അള്ളാഹു നൽകിയിരിക്കുന്നത്. ഉദ്ഖുലുൽ ജന്നത അൻതും വഅസ്വാജുകും തുഹബറൂൻ. സന്തോഷഭരിതരായി ഇണകൾ ഭർത്താവും ഭാര്യയും സ്വർഗത്തിൽ പ്രവേശിക്കട്ടെ എന്ന് 43-ാം അധ്യായത്തിൽ 70-ാം വചനത്തിൽ. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ. ഭാര്യയും ഭർത്താവും അലങ്കൃതമായ കട്ടിലുകളിൽ തണലുകളിൽ ചാരിയിരിക്കുന്നതാണെന്ന 36-ാം അധ്യായത്തിലെ 53-ാം വചനം. അന്നീല ഉളിയു അമല ആമിലിൻ മിൻകും മിൻ ദക്റിൻ ഔ ഉൻസ. പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ അവരുടെ പ്രവർത്തനങ്ങളൊന്നും പാഴാക്കുകയില്ല. അവസാനിപ്പിക്കുന്നു. ഡോക്ടർ ആനി ബെസന്റ്, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാല പ്രസിഡന്റും ഒരു ക്രൈസ്തവ യൂറോപ്യൻ വനിതയുമായി ആനി ബെസന്റ് പറഞ്ഞു, I often believe that women in Islam is more free than in Christianity. Women is more protected by Islam than by the religion that preaches monogamy. The law regarding women in Quran is more just and liberal. And it is slanted to say that Islam preaches that women have no soul. ക്രൈസ്തവ മതത്തേക്കാൾ ഇസ്ലാമിലാണ് സ്ത്രീകൾ കൂടുതൽ സ്വതന്ത്രരെന്ന് ഞാനെന്നും വിശ്വസിക്കുന്നു. ഏകഭാര്യത്വം പ്രചരിപ്പിക്കുന്നു എന്ന് പറയുന്ന മതത്തേക്കാൾ ഇസ്ലാമിലാണ് സ്ത്രീകൾ കൂടുതൽ സുരക്ഷിതരായിട്ടുള്ളത്. സ്ത്രീകളെ സംബന്ധിച്ച വിശുദ്ധ ഖുർആനിലെ നിയമങ്ങൾ ആത്മാവില്ല എന്ന് ഇസ്ലാം പ്രചരിപ്പിക്കുന്നു എന്ന പ്രചരണം ഒരു തെറ്റായ പ്രചരണം അത്രയാണ്. Hello, I am Dr. Dane, PG in oral surgery. ഇവിടെ മുമ്പ് ഉള്ള പ്രസംഗങ്ങളിൽ കേട്ടു ഇസ്ലാം മറ്റു മതങ്ങളുടെ ആചാര രീതികളെ അംഗീകരിക്കുന്നുവെന്ന്. Recently there had been lot of debates on jihad. Even some Muslim fundamentalist leaders have come out openly against jihad.
proclaiming holy war against idol worshippers. If Islam really preaches the message of love and harmony, where does this war against... Second question. Then, if a person commits a sin during his adulthood unknowingly, without knowing the implications of it, can he get deliverance from his sin? You mean to say that only God will punish him because of his sins? There is no deliverance of sins in Islam?